മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയാണ് ജ്യോതിർമയി. സംവിധായകനും ഛായാഗ്രഹകനുമായ അമൽ നീരദാണ് ജ്യോതിർമയിയുടെ ജീവിത പങ്കാളി. ജ്യോതിർമയിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത്. 2004 സെപ്റ്റംബർ 6 നിഷാന്ത് കുമാറിനെയാണ് ജ്യോതിർമയി ആദ്യം വിവാഹം കഴിച്ചത്. ഈ ബന്ധം 7 വർഷം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. നിഷാന്തുമായി ഒത്തുപോകാൻ സാധിക്കാതെ വന്നതോടെ ഈ ബന്ധം പിരിയുകയായിരുന്നു. കോടതിയിൽ ഇരുവരും ഒന്നിച്ചാണ് വിവാഹമോചനത്തിനായി ഹർജി നൽകിയത്. എറണാകുളം കുടുംബ കോടതി ഇരുവർക്കും വിവാഹമോചനം അനുവദിച്ചു. ആദ്യ വിവാഹമോചനത്തിനു ശേഷമാണ് ജ്യോതിർമയി അമലുമായി അടുക്കുന്നത്. താനും അമലുമായുള്ള ബന്ധത്തെക്കുറിച്ചും അമൽ തൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും ജ്യോതിർമയി മനസ്സ് തുറന്നു. പണ്ട് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമൽ നീരദും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ജ്യോതിർമയി മനസ്സ് തുറന്നിരിക്കുന്നത്. പതുക്കെ വളർന്നു വന്ന ഗാഢമായ ഒരു സൗഹൃദമാണ് അമലിനും എനിക്കും ഇടയിലുണ്ടായിരുന്നത്. ഒരു പ്രണയനിമിഷം എന്നത് ഓർത്തെടുത്ത് പറയാൻ സാധിക്കില്ല. സൗഹൃദം ഗാഢമായപ്പോഴാണ് എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതം ഒരുമിച്ച് ആരംഭിച്ചു കൂടാ എന്ന ചിന്ത വരുന്നത്. അമൽ റിസർവ്ഡാണ്. അമലുമായി എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഇഷ്ടങ്ങൾ തന്നെ ഒന്നാണ്, ജ്യോതിർമയി പറയുന്നു. അമലിനെ ജീവിത പങ്കാളിയാക്കാൻ പോകുന്നുവെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തന്നെക്കുറിച്ച് ഓർത്ത് വലിയ സന്തോഷമായിരുന്നുവെന്ന് ജ്യോതിർമയി പറയുന്നു. കരഞ്ഞ് വിളിച്ച് നടന്നിരുന്നില്ല എങ്കിലും പലപ്പോഴായി നേരിടേണ്ടി വന്ന പ്രതിസന്ധികളാൽ മാനസികമായി തകർന്നിരുന്നുവെന്നും ചില സമയത്ത് ചില ചിന്തകൾ വല്ലാതെ അലട്ടുമ്പോൾ ഒരുപാട് പിന്തുണ തന്ന നല്ല സുഹൃത്തായിരുന്നു അമലെന്നും ജ്യോതിർമയി പറഞ്ഞു. അമലിനോടൊപ്പമുള്ള ജീവിതം വളരെ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ഒരു തണൽ മരത്തിന് കീഴിൽ ഇരിക്കുന്നത് പോലെയാണ് അനുഭവപ്പെടാറുള്ളതെന്നും ജ്യോതിർമയി പറഞ്ഞു. തങ്ങളുടെ വിവാഹം വലിയ ആഘോഷമാക്കേണ്ട എന്നായിരുന്നു തീരുമാനം. രജിസ്ട്രാറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വളരെ ലളിതമായി വീട്ടിൽ വെച്ച് തന്നെ രജിസ്റ്റർ മാരേജ് നടന്നു. അമൽ ഒരിക്കലും തന്നെ വിട്ടുപോകില്ല എന്ന വിശ്വാസമാണ് മുന്നോട്ട് നയിക്കുന്നതെന്നും ജ്യോതിർമയി കൂട്ടിച്ചേർത്തു.